ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സുഖമെല്ലാവർക്കും. ഇന്നത്തെ ഒരു അടിപൊളി സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നമ്മൾ മുന്നേ ഒരു കുട്ടി ക്രോപ്പ് ടോപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എനിക്ക് വീഡിയോസൊക്കെ മിസ്സായി പോയത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും അടിപൊളിയായിട്ടുള്ള അതേ സ്റ്റൈലിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതും കിഡ്സിൻ്റെ ആണ്. വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രോപ്പ് ടോപ്പാണ് കേട്ടോ ഇത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിലോട്ടും തന്നെ പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എടുത്തേക്കുന്നത് 13 ഇഞ്ചാണ് കേട്ടോ. അതായത് നീളം എടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ വയറിൻ്റെ ആ ഒരു പോർഷൻ വരെ എടുത്തേക്കുന്നത് 13 ഇഞ്ചാണ്. തയ്യൽ തുമ്പടക്കമാണ് 12 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഷോൾഡർ വന്നിട്ട് 5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. കിഡ്സിൻ്റെ ഒരു 3-4 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അളവ് തന്നെയാണ് കേട്ടോ. നോർമൽ സൈസിനൊക്കെ ഈ ഒരു മെഷർമെൻറ്റ് തന്നെ മതിയാവും. അപ്പോൾ ഷോൾഡർ ലെങ്ത്ത് 5 ഇഞ്ച്, ആം ഹോളും 5 ഇഞ്ച് തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു കർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കിഡ്സിൻ്റെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡ്രസ്സിന് കൂലിയൊക്കെ കൊടുക്കേണ്ടി വരില്ലേ. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് നുറുങ്ങ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തേക്കുന്നത് 2 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് ഇറക്കം ഞാൻ 3 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് നമുക്ക് 1 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത് കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു നെക്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു വർക്ക് കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ചെസ്റ്റ് സൈസ് വന്നിട്ടത് 6 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 7 ഇഞ്ച് മെഷർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെ ബോഡി വരുന്ന ആ ഭാഗത്തുള്ള മെഷർമെൻറ്റ് വന്നിട്ട് നമുക്ക് 5 ഇഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ എടുക്കുക, 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മുടെ സൈസിനോട് എക്സ്ട്രാ 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ ചെസ്റ്റ് സൈസും ബോഡിയുടെ സൈസൊക്കെ മെഷർ ചെയ്ത് മാറ്റാനായിട്ട്. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് ഇറക്കി വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് രണ്ടും ഞാനിതാ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് വേറെ, ഫ്രണ്ട് നെക്ക് വേറെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരുമിച്ച് ഒരിക്കലും കട്ട് ചെയ്യരുത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഞാൻ വേറെ വേറെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബാക്ക് നെക്കിൽ നമുക്കൊരു വർക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ക്ലോത്തിനെ 2ആയിട്ട് മടക്കിയില്ലേ, അതേ പോർഷനിൽ തന്നെ നമ്മൾ വീണ്ടും എടുത്തിട്ട് ഇതുപോലൊന്ന് മടക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു 1 ഇഞ്ച് ഇറക്കത്തിലല്ലേ ആ ഒരു ബാക്ക് നെക്കിൻ്റെ നെക്ക് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇറക്കത്തിൽ നിന്ന് നമുക്കൊരു 4 ഇഞ്ച് താഴോട്ട് അളന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 4 ഇഞ്ച് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് അവിടെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 4ൻ്റെ നേരെ പകുതി എത്രയാണ് 2ൻ്റെ അവിടെ നിന്ന് നമുക്കൊരു 1.5 ഇഞ്ച് സൈഡിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറിയൊരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിലൊന്ന് വരച്ച് കൊടുക്കുക. ചെറിയൊരു റൗണ്ട് ഷേപ്പ് കേട്ടോ, വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിൽ ആ ഒരു റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ്സിൽ ഈ ഒരു ക്രോപ്പ് ടോപ്പിൽ എക്സ്ട്രാ ഹൂക്കോ കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊരു നല്ലൊരു അടിപൊളി മോഡലും ആണ്. എന്നാലോ കുട്ടികൾക്ക് ഇടാനും പിന്നെന്താ വെയർ ചെയ്യാനൊക്കെ കംഫർട്ടബിളും ആയിരിക്കും, നല്ല സ്റ്റൈലിഷും ആയിരിക്കും കേട്ടോ കാണുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിൻ ക്ലോത്ത് വന്നിട്ടുള്ളത് ഈ ഒരു നെറ്റിൽ സ്വീക്വൻസ് വരുന്ന ആ ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഷിഫോണിലാണ് ക്ലോത്ത് കട്ട് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ക്ലോത്തിലും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട നിങ്ങളുടെ സ്റ്റിച്ചിങ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു നെറ്റിൻ്റെ ക്ലോത്ത്, അതായത് സ്വീക്വൻസുള്ള ആ ഒരു ക്ലോത്ത് വന്നിട്ട് നല്ല വശം താഴ്ഭാഗത്തായിട്ടായിട്ട് വരുന്ന രീതിയിൽ നമ്മുടെ ലൈനിങ്ങിനോട് ചേർത്ത് വെക്കുക. അതായത് മോശം വശം മുകളിലോട്ടായിട്ട് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഞാനവിടെ ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലിറ്ററി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നെക്കും അതുപോലെ തന്നെ ആം ഹോളും മാത്രമാണ് കേട്ടോ. ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അത് ലാസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ നമുക്ക് കുട്ടികൾക്ക് വെയർ ചെയ്യുന്ന സമയത്ത് നെറ്റിൻ്റെ ക്ലോത്ത് അല്ലെങ്കിൽ കുറച്ച് ജോർജറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ ഒഴിവാക്കാനുള്ള കുറച്ച് ടിപ്സൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക. ഈ ഒരു ബോഡിയുടെ ഈ ഒരു താഴ്ഭാഗത്ത് വരുന്ന സ്ഥലത്തും ഞാൻ ഇതുപോലൊന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലൂടെ ഈ ഒരു ക്ലോത്തിനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ.
അപ്പോൾ അതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗങ്ങളൊന്നും അകത്ത് ആ ഒരു നമ്മൾ ഡ്രസ്സ് വെയർ ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഇതാ ഈ ഒരു ആം ഹോളും അതുപോലെ തന്നെ നെക്കും ഒന്ന് 4 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്, ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ക്ലോത്ത് വലിച്ച് കൊടുത്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ആം ഹോളും നെക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലോത്തിനെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റിച്ചിങ്ങിനോട് ചേർന്ന ആ ഒരു ഭാഗമില്ലേ അതൊന്ന് കട്ടാക്കി കൊടുത്തിട്ട് വേണം ആ ഒരു കർവൊക്കെ ഫിനിഷിങ്ങിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് നെക്കിൽ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതേപോലെ ആം ഹോളും നെക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പക്ഷേ നമുക്ക് ഇവിടെ ആ ഒരു എന്താ പറയുക ഈ ഒരു എൻഡ് വരുന്ന സംഭവമില്ലേ, ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്ത് അവിടെ നമുക്കൊരു എന്താ പറയുക ത്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിന്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേണം ത്രെഡ് അകത്തോട്ടായിട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു നെക്കിന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട്. ഒരല്പം എന്താ പറയുക ട്രിക്ക് ഉണ്ടായാൽ മാത്രം മതി കേട്ടോ. ഇതുപോലുള്ള ഏത് തരം ഡ്രസ്സും നമുക്ക് നിഷ്പ്രയാസം തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗം മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് താഴ്ഭാഗത്തുള്ള ആ റൗണ്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ത്രെഡിനെ മാക്സിമം ക്ലോത്തിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്ത് ലൈനിങ്ങിൻ്റെ ക്ലോത്തുമായിട്ടോ അല്ലെങ്കിൽ മെയിൻ ക്ലോത്തിൻ്റെ ഇടയിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഫുള്ളായിട്ട് കോൺസെൻട്രേഷൻ ആ ഒരു വർക്കിൽ തന്നെ നിങ്ങൾ കൊടുക്കുക, എന്നിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല രീതിയിൽ സക്സസ് ആവും. എനിക്കെന്തായാലും ഈ ഒരു ക്രോപ്പ് ടോപ്പ് തയ്ച്ചിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതേ ഡിസൈൻ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഇടുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും, അവർ ഭയങ്കര ക്യൂട്ടായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുള്ള ക്ലോത്ത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ പഴയ സാരികളൊക്കെ ഇല്ലേ, അപ്പോൾ ആ ഒരു സാരിയുടെയൊക്കെ പോഷൻ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് സക്സസ് ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്താ പറയുക അത്രയും പിന്നെ ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ക്യാഷ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ പുറത്ത് കൊടുക്കാറില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്യാഷ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലോത്ത് വാങ്ങാനും പറ്റും. എന്നാലോ നല്ല നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന സമയത്തൊക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എൻ്റെ അനുഭവമാണ്. ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടോ ഒന്നുമല്ല. നമുക്ക് ഉള്ള കഴിവുകളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബാക്കി വരുന്ന ആ ഒരു ക്ലോത്തില്ലേ, ആ ഒരു നെറ്റിൻ്റെ ആ ഒരു ഭാഗം, ആ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റിച്ചിന് തട്ടാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ആ ഒരു കർവ് വരുന്ന ഭാഗത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ടക്ക് അല്ലെങ്കിൽ കട്ടിങ് ഇട്ട് കൊടുക്കാം. എങ്കിൽ മാത്രമേ അത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു കർവ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആം ഹോൾ വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് തവണ അതൊക്കെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കുഞ്ഞുകുട്ടികളുടെ ഉടുപ്പിലൊക്കെ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ നേരത്തെ നെക്കും അതുപോലെ തന്നെ ആം ഹോളും മാത്രമല്ലേ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെക്കുക. അതുപോലെ തന്നെ ലൈനിങ് വരുന്ന ആ ഒരു ക്രേപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ സാറ്റിൻ്റെ ആ ഒരു ക്ലോത്തിനെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അകത്തോട്ട് ആ ഒരു ഷോൾഡർ ഇൻസേർട്ട് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് ഭാഗത്തെ കൂടിയും അകത്തോട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഈ ഒരു ബാക്ക് പോർഷൻ്റെ അകത്തോടെയാണ് ഞാൻ എടുക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ഞാൻ നേരത്തെ മറിച്ചിട്ടിട്ട് ആ ഒരു ആം ഹോളും നെക്കും ഒക്കെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ബാക്കിൻ്റെ പോർഷൻ കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാകും, പക്ഷേ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ ഈ ഒരു ബോട്ടം അല്ലെങ്കിൽ ഈ ഒരു ബോഡിയുടെ ഏറ്റവും താഴ്ഭാഗത്ത് വരുന്ന ഭാഗമില്ലേ, അത് നമുക്കിതുപോലെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുൻവശത്തുള്ള ആ ഒരു ക്ലോത്തിനെ അകത്തോട്ട് മാറ്റി വെച്ചിട്ട് വേണം ആ ഒരു എൻഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ആം ഹോളും നെക്കും ഒന്ന് പതിച്ചങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്രോപ്പ് ടോപ്പിൽ നമ്മൾ വെയർ ചെയ്യാനായിട്ട് സാരി, റെഡി ടു വെയർ സാരി തയ്ച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. രാത്രിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത്, അതായത് ഏകദേശം ഒരു രാത്രി 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പിന്നെന്താ റെഡി ടു വെയർ സാരി തയ്ച്ചെടുക്കാനായിട്ട്.
അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വീഡിയോസ് എടുക്കുന്ന സമയത്ത് കുറച്ചധികം ടൈം അതിനായിട്ട് തന്നെ പോകും കേട്ടോ. കാരണം വീഡിയോ കറക്റ്റ് ആവുന്നുണ്ടോ നോക്കണം, നമ്മുടെ ക്ലോത്തൊക്കെ കറക്റ്റായിട്ട് ആ ഒരു വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഒരുപാട് ടൈം പിടിക്കും കേട്ടോ. സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അത്രയും ടൈം പോരാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാരി സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇപ്പോഴും ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ലാസ്റ്റ് ഭാഗത്ത് ആ ഒരു ഡ്രസ്സിൻ്റെ പിക്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് കമൻസിലൊന്ന് എഴുതുക കേട്ടോ. നമുക്കത് നെക്സ്റ്റ് ടൈം ഫ്രീ ആകുന്ന ടൈം ഞാനതൊന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. എന്തായാലും കുട്ടികൾക്ക് എല്ലാവർക്കും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രസ്സ് തന്നെയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ മറക്കാതെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് എഴുതാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ഈ ഒരു സ്റ്റിച്ചിങ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ആക്കി കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് ഒബ്വിയസ്ലി അറിയാം, എന്നാലും കുറച്ചും കൂടെ കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒരുപാട് ഫാമിലി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ട് തയ്ക്കുക, അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ക്ലാസ് അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവണം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഒരു ബിഗിനറാണ്, എപ്പോഴും ഞാനൊരു ബിഗിനറാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ എന്ത് ഡ്രസ്സ് കണ്ടാലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും ആ ഒരു സംഭവം ചെയ്തെടുക്കാനായിട്ടുള്ള എൻക്വയറി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ജീവിതാവസാനം വരെ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും നമ്മുടെ കൂട്ടുകാർക്ക് അറിയാത്ത കാര്യങ്ങൾ ഓൺലൈനായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലുള്ള ക്ലാസ്സൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് ആദ്യം തന്നെ ഞാൻ ആ ഒരു ക്ലോത്തിനെ കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സ്റ്റിച്ചിങ്ങിനെ ഞാൻ മറിച്ചിട്ട് കൊടുക്കുക. അതായത് ഈ ഒരു ഡ്രസ്സിൻ്റെ അകത്തെ പോർഷനിലേക്ക് നമ്മൾ സാധാരണ ഷേപ്പ് അടിക്കുന്നില്ലേ, ആ ഒരു ഭാഗം പോലെ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു സൈസിന് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്ന ക്ലോത്തൊന്നും നമ്മുടെ ദേഹത്ത് തട്ടി ഇറിറ്റേഷൻ ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോയുടെ കമൻസ് നിങ്ങൾ എഴുതാൻ മറക്കരുത്. ഇനിയും നല്ല അടിപൊളി സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് വരാം. കോൾഡ് ആയതുകൊണ്ട് തന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് തന്നെ സൗണ്ടിനൊക്കെ ചെറിയൊരു വേരിയേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ത്രെഡിൽ ഞാനിത് ഈ ഒരു എൻ്റെ ഭാഗത്ത് നമ്മൾ ചെറിയൊരു കുഞ്ചലം പോലുള്ളൊരു സംഭവം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഓർഡർ കിട്ടിയതാണ് തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടി തയ്ച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് മസ്റ്റായിട്ട് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് വരാം. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.